ഫ്രണ്ട്സ്, വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെയും അതുപോലെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഗ്രീൻ പീസ് കറിയാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 3/4 ഗ്ലാസ് ഗ്രീൻ പീസ് രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് കൊണ്ടും ഈ കറി വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്. അത് നല്ലതുപോലെ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ടിനി വേവിക്കാൻ ആവശ്യത്തിന് വെള്ളവും കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓണാക്കിയിട്ട് കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ വെയിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഞാനൊരു 5 മിനിറ്റാണ് ഇത് വേവിച്ചെടുക്കുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കിയിട്ട് അതിൻ്റെ പ്രഷറെല്ലാം നന്നായിട്ട് പോയതിന് ശേഷം കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലോട്ട് ഒരു 2 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. ആ ചുവന്നുള്ളി ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതും ഒരു 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ നല്ല എരിവുള്ളൊരു 3 പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുമല്ലോ. ഇനി ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് മസാലയെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ മസാല ഇപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു മീഡിയം തിക്കായിട്ടുള്ള ഒരു 1.5 കപ്പ് തേങ്ങാപ്പാലാണിത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കറി ഒന്ന് തിളക്കട്ടെ. തീ കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതിപ്പോൾ അപ്പത്തിൻ്റെ കൂടെയാണ് ഈ കറി എടുക്കുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അതുപോലെ വേണമെങ്കിൽ പൂരിയുടെയൊക്കെ കൂടെ ഇത് കൂട്ടി കഴിക്കാം. പിന്നെ അതുപോലെ ഈ കറിയിൽ ഞാനങ്ങനെ വെജിറ്റബിൾസ് ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസൊക്കെ വേണമെങ്കിൽ ഇതിൽ ചേർത്ത് ഈ കറി ഉണ്ടാക്കാവുന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.